ഹായ് ഓൾ. സോ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും, നമ്മൾ ബ്രാ ധരിക്കണോ? ഇനി ധരിക്കണമെങ്കിൽ തന്നെ എപ്പോഴും വേണോ? എപ്പോഴൊക്കെയാണ് വേണ്ടാത്തത്? സോ അതിലാദ്യം പറയേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണല്ലേ. സോ അതിലാദ്യം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കറക്റ്റ് ബ്രാ സൈസ്, കറക്റ്റായിട്ടുള്ള ബ്രാ ധരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ അതേ സൈസുള്ള ബ്രാ ധരിക്കുക. അപ്പം നിങ്ങളുടെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അതറിയാത്തവർ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ആദ്യം പറയാനുള്ളത് 80% ആളുകളും റോങ് ബ്രാ സൈസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ 70% ആൾക്കാർ, 70% ആൾക്കാരും അവർക്ക് ശരിക്കും വേണ്ടതിൽ നിന്നുള്ള ടു സ്മോൾ, ചെറിയ ബ്രാ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 10% ആൾക്കാരും അവർക്ക് ശരിക്കും ആവശ്യമുള്ളതിനേക്കാളും ബിഗ് ആയിട്ടുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആക്ച്വലി എന്തിനാണ് ബ്രാ ധരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സപ്പോർട്ട്. നമ്മൾ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാ ധരിക്കുന്നത്. ഓക്കെ, സോ അതിന് മുമ്പൊരു കാര്യം പറയാം. ആക്ച്വലി സാഗിങ്, നമ്മൾ ബ്രാ ധരിച്ചില്ലെങ്കിൽ എന്താ പറയുക, ബ്രസ്റ്റ് ഇടിഞ്ഞു പോകുമ്പോൾ സാഗാവുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. ഒരു ചെറിയ രീതിയിൽ സാഗാവുക എന്നുള്ളത് ആക്ച്വലി എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം ഉണ്ടല്ലോ, അപ്പം ചെറിയ രീതിയിലുള്ള സാഗിങ് നോർമലാണ്. ഇനി ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ സാഗ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ബ്രസ്റ്റിന്, നമ്മൾ ആക്ടിവിറ്റീസ് ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രസ്റ്റിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാ ധരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഡ്യൂസ് ബാക്ക് പെയിൻ. ലൈക്ക് പ്രത്യേകിച്ചും ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ലൈക്ക് ബ്രാ ധരിച്ചില്ലെങ്കിൽ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ബ്രാ ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആശ്വാസം കിട്ടും. തേർഡ് വൺ ഈസ് ഓഫ് കോഴ്സ് കോൺഫിഡൻസ്. നമ്മളൊരു ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, നന്നായിട്ട് ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇനി ബ്രാ ധരിക്കാതെ എന്നാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് നല്ല ബ്രസ്റ്റ് ടിഷ്യൂസ് വളരും. അതായത് ബ്രസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അതെങ്ങനെയെന്നല്ലേ, അവിടെ ബ്രസ്റ്റിലെ ഹെൽത്തി ആയിട്ടുള്ള ബ്രസ്റ്റ് ടിഷ്യൂസ്, പുതിയ ടിഷ്യൂസൊക്കെ വളർന്ന് നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് എപ്പോഴും ബ്രാ ധരിക്കാതിരുന്നാൽ ഒരു ബെനിഫിറ്റ്. പ്രത്യേകിച്ചും സമ്മറിലും എന്താ പറയുക, സമ്മർ സമയത്ത് നല്ല ഡേർട്ടും സ്വെറ്റും അഴുക്കൊക്കെ കടന്ന് അവിടെ പിമ്പിൾസും അതേപോലെ റാഷസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ബ്രസ്റ്റിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷന് കൂട്ടും. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷന് ഇൻക്രീസ് ചെയ്യും. നമ്മളെപ്പോഴും ബ്രാ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ അത്ര തന്നെ ഇമ്പ്രൂവ് ആവണം എന്നില്ല. സോ ഇമ്പ്രൂവ് ബ്ലഡ് സർക്കുലേഷന്. പിന്നെയുള്ളൊരു കാര്യം, ഇത് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്, അതായത് ഇമ്പ്രൂവ് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നാച്ചുറലായിട്ട് തന്നെ ഇമ്പ്രൂവ് ആവും. അതെങ്ങനെയെന്നല്ലേ, ഫ്രാൻസിലൊരു സ്റ്റഡി നടന്നിരുന്നു. അതിൽ കണ്ടെത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആക്ച്വലി ബ്രാ ധരിക്കുമ്പം നമുക്ക് ബ്രസ്റ്റിനെ ആക്ച്വലി ഒരു നാച്ചുറലായിട്ട് തന്നെ ബ്രസ്റ്റ് ഫേം ആക്കാനുള്ള ടിഷ്യൂസ് അവിടെ വളരുന്നുണ്ട്. അപ്പം നമ്മൾ ബ്രാ ധരിക്കും, എപ്പോഴും ബ്രാ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂസിൻ്റെ വളർച്ച സ്ലോ ആയിപ്പോവും. ഓക്കെ, സോ ആക്ച്വലി നാച്ചുറലായിട്ട് ആ ടിഷ്യൂസ് ചെയ്യേണ്ട ജോബ് നമ്മൾ ബ്രാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ നാച്ചുറലായിട്ട് അതിൻ്റെ ഫേമായിട്ട് നിൽക്കാൻ ഉള്ള ചാൻസ് കുറയാണ്. അതായത് നമ്മൾ ഫുൾ ഡേ ബ്രാ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂസ് ഗ്രോ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, സോ നമ്മൾ ടിഷ്യൂസ് അവിടെ വീക്കായി പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് സോ ഇതാണ് ബ്രാ ധരിക്കാതിരുന്നാലുള്ള 4 ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ ഈസ് ഇൻട്രസ്റ്റിംഗ്, ബെറ്റർ സ്ലീപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രാ ധരിക്കാതെ ഉറങ്ങാൻ നല്ല കംഫർട്ടാണ്, റൈറ്റ്? നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് സർക്കുലേഷൻ, എവറിത്തിങ് ഈസ് അറ്റ് യുവർ കംഫർട്ട്. ലൈക്ക് നിങ്ങളുടെ സ്കിന്ന്, ബ്രസ്റ്റ് എല്ലാം നന്നായിട്ട് ബ്രീത്ത് ആവും.
ഒരു ഡിസ്കംഫേർട്ടും ഇല്ല. അത് അഞ്ചാമത്തെ കാര്യം. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി. പഠിക്കാനിരിക്കുമ്പം നന്നായിട്ട് ശ്വാസം എടുക്കാനും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ഏറ്റവും നല്ലത് ബ്ര ധരിക്കാതിരിക്കുന്നതാണ്. ഓക്കെ, ഇനി എപ്പോഴാണ് ബ്ര ധരിക്കേണ്ടത്? സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം എക്സസൈസ്, അതേപോലെ റണ്ണിങ്, പിന്നെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി, അങ്ങനെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ബ്ര ധരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ബ്രസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരുപാടാണ്. അപ്പം നന്നായിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് സാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ബ്ര ധരിക്കുന്നത് നല്ലതാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, പ്രഗ്നൻസിയുടെ ടൈമിൽ ബ്രസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ട് ഗ്രോ ചെയ്യും. പിന്നെ ആഫ്റ്റർ പ്രഗ്നൻസി ഓൾസോ. അപ്പം മിൽക്കൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ബ്രസ്റ്റ് ഹെവി ആവുകയാണ്. ആ സമയത്ത് ബ്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. സോ പ്രഗ്നൻസി ടൈമിലും ഇത് ധരിക്കുന്നത് നല്ലതാണ്. ഇനി ആക്ച്വലി എപ്പോഴും ധരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ആക്ച്വലി ഇതൊരു വലിയ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം ഏറ്റവും നല്ലത് ധരിക്കാതിരിക്കുന്നത്, ഒന്ന് ഉറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വേണ്ട, ആവശ്യമില്ല. രണ്ട്, പഠിക്കുമ്പോൾ, ഇത് നേരത്തെ പറഞ്ഞു, പഠിക്കാനിരിക്കുമ്പം കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ. പുറത്ത് പോകുമ്പോൾ നമ്മളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി നമ്മൾ ധരിക്കും. എന്നാൽ വീട്ടിലുള്ളപ്പം ധരിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്, കംഫർട്ടബിളാണ് എന്നുണ്ടെങ്കിൽ ഉള്ളിലിരിക്കുമ്പോഴും അതിൻ്റെ ആവശ്യമില്ല. സോ ഐ ഹോപ്പ് എവറിബഡി ഹാവ് എ ആൻസർ നൗ.